മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണനാണെങ്കിൽ ഈ വിവാഹത്തിൽ പങ്കെടുക്കില്ല എന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ കരുണയ്ക്കാണെങ്കിൽ കല്യാണം നടത്തണം എന്നുള്ള ഒറ്റ വാശിയിലുമാണ്. അങ്ങനെ കല്യാണ ദിവസം എത്തിയിരിക്കുകയാണ്. അങ്ങനെ കമലേശ്വരം തറവാട്ടിൽ എല്ലാവരും ക്ഷണിക്കപ്പെട്ടവരും നാട്ടുകാരും എല്ലാം ഒത്തുചേരുന്ന ഒരു മുഹൂർത്തം വരുന്നുണ്ട്. അവരോടെല്ലാമായിട്ട് ദുർഗ പറയുന്നുണ്ട്, കണ്ണൻ എൻ്റെ മോളുടെ കല്യാണത്തിന് പങ്കെടുക്കില്ല എന്ന വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. അങ്ങനെ കണ്ണനെ കാണാനായിട്ട് കുറച്ച് വീട്ടുകാരെല്ലാം വന്നിട്ട് കണ്ണനോട് പറയുന്നുണ്ട്, നിൻ്റെയും അതുപോലെ ഉണ്ണിയുടെയും ഒരേ ഒരു പെങ്ങളല്ലേ മഞ്ജു, എന്നിട്ട് നീ എന്തുകൊണ്ട് മഞ്ജുവിൻ്റെ കല്യാണത്തിൽ കൂടില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്തായാലും നിങ്ങളുടെ രണ്ടമ്മമാരാണെങ്കിലും അച്ഛൻ ഒന്നല്ലേ, എന്നിട്ടാണോ നീ ഇങ്ങനത്തെ സ്വഭാവം മഞ്ജുവിനോട് കാണിക്കുന്നതെന്നെല്ലാം മറ്റു ബന്ധുക്കൾ ചോദിക്കുന്നുണ്ട്. അവർക്കെല്ലാം തക്ക മറുപടി കൊടുത്തുകൊണ്ട് തന്നെ കണ്ണൻ മറുപടി പറയുന്നുണ്ട്. കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും നിൻ്റെ ചോര തന്നെയല്ലേ അവൾ, അതുകൊണ്ട് ഈ കല്യാണത്തിൽ കണ്ണൻ എന്തായാലും പങ്കെടുക്കണമെന്ന് ബന്ധുക്കളെല്ലാം പറയുന്നു. എത്ര വന്നാലും എല്ലാവരും നിന്നെ അന്വേഷിക്കും, ആ സമയത്ത് നീ അവിടെ ഉണ്ടാവണം എന്നെല്ലാം പറയുന്നു. കണ്ണൻ എന്തായാലും ഞാൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറ്റമില്ല എന്ന് പറയുന്നുണ്ട്. കണ്ണൻ അവരോടെല്ലാം പറയുന്നു, ഈ മേഘനാഥൻ്റെ സ്വഭാവം അത്ര ശരിയൊന്നുമല്ല. എൻ്റെ കല്യാണം കഴിയുന്നതിന് മുന്നെയാണ് മഹാലക്ഷ്മിയെ ഇവൻ വളരെയേറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ട്. അങ്ങനെ ഓരോരോ കേസുകളിലും ഈ മേഘൻ അത്ര ശരിയുള്ള ആളല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പെങ്ങൾ അവനെ കെട്ടിച്ചു കൊടുക്കുന്ന ഒരു തീരെ താല്പര്യമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മുഹൂർത്തത്തിനുള്ള സമയമായി. ആ സമയം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ കണ്ണൻ അവിടെ എത്തുന്നുണ്ട്. കണ്ണൻ എന്തായാലും വരില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കരുണയും മറ്റുള്ളവരും. അവരെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് കണ്ണൻ്റെ അങ്ങോട്ടുള്ള വരവ്. കരുണയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. കാര്യം കരുണ ഉറപ്പിച്ചിരുന്നു കണ്ണൻ വരില്ല എന്നുള്ളത്. കാരണം കരുണയുടെ സ്വർണ്ണങ്ങളെല്ലാം കൊടുത്തിട്ടാണല്ലോ മഞ്ജുവിൻ്റെ കല്യാണം നടത്തുന്നത്. അതേസമയം തന്നെ കണ്ണനോടായിട്ട് ദുർഗ പറയുന്നുണ്ട്, ഈ മേഘനാഥൻ ആരാണെന്ന് നിനക്കറിയില്ലേ, എൻ്റെ ഏട്ടൻ്റെ മോന, ഞങ്ങളുടെ ചോര, അതുകൊണ്ട് എനിക്ക് എൻ്റെ മോളെ ഇവിടെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നൊക്കെ കണ്ണനോട് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇപ്പം എന്ത് പറഞ്ഞിട്ട് നിങ്ങളോടൊരു കാര്യമില്ല, നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും അത് മനസ്സിലാവാനും പോകുന്നില്ല. പക്ഷേ അവൾ എന്തായാലും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നൊരു ദിവസം ഉണ്ടാവും, നിങ്ങൾ കാത്തിരുന്നോളാം പറയുന്നുണ്ട്. അന്നേ നിങ്ങൾ പഠിക്കുള്ളൂ, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മകളുടെ ജീവിതം നശിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ദിവസം വരും. അങ്ങനെ മേഘനാഥൻ്റെയും മഞ്ജുവിൻ്റെ കല്യാണം നടക്കുന്നു. അങ്ങനെ മേഘനാഥൻ്റെ വീട്ടിലേക്ക് മഞ്ജു ചെല്ലുന്നു. വലതുകാൽ വെച്ച് കരുണ കൊടുത്ത സ്വർണവുമായി കേട്ട് അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. മേഘനാഥനാണെങ്കിൽ മഞ്ജുവിൻ്റെ സ്വർണത്തിലും സ്വത്തിലും മാത്രമാണ് കണ്ണ്. അങ്ങനെ അവർ ആദ്യ രാത്രി എത്തുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, മേഘനും മഞ്ജുവും കൂടെ. ഇനി എന്തായാലും സംസാരിച്ച് നമ്മുടെ സമയം കളയേണ്ട, നമ്മുടെ ജീവിതം തുടങ്ങാം എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് മേഘൻ്റെ ഫോണിലേക്ക് ഇടിവെട്ട് പോലെ മാനസ വിളിക്കുന്നത്. മാനസയുടെ ഫോൺ കോൾ കാണുന്നതോടെ മേഘനാകെ വല്ലാതാകുന്നു. അങ്ങനെ മേഘൻ അവിടെ നിന്ന് ഒരു നിമിഷം പുറത്തേക്ക് പോകുന്നു. അവളോട് ചോദിക്കുന്നു, എന്തിനാ എൻ്റെ ഫോണിൽ എന്നെ വിളിച്ചെന്ന്, ശല്യം ചെയ്യുന്ന എൻ്റെ കല്യാണം കഴിഞ്ഞ ദിവസമാണെന്നെല്ലാം പറയുമ്പോൾ മേഘേട്ടനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, മേഘേട്ടനില്ലാത്ത ജീവിതം എനിക്ക് പറ്റില്ല എന്നെല്ലാം പറയുന്നു. മേഘനാണെങ്കിൽ ഫോൺ വയ്ക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ഇങ്ങനെ ഒരു ഫോൺ കോൾ വരുമെന്ന് മേഘനാഥൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇതെല്ലാം കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.